എവരിവൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാറാണ് മക്കളെ. ലൈഫ് പ്രോസസ്സിലെ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 100%, ഏകദേശം 100% ഉറപ്പ് തന്നെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എക്സാമിന്, നിങ്ങൾ എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാം, അതായത് 2026-27 പബ്ലിക് എക്സാമിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കണം. അത്രത്തോളം ഉറപ്പുള്ള ഏരിയ ആണ്. നമുക്കറിയാം, ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ ബയോളജിയിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. 10 മുതൽ 11 മാർക്കോളം തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ആകെ 30 മാർക്ക് ചോദ്യത്തിൽ 10 മുതൽ 11 മാർക്ക് വരെ ചോദിക്കുന്ന ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ ഏരിയാസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന 2 ടോപ്പിക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയിൽ ചോദിക്കാനുള്ള ഒരു സാധ്യത 100% കാണുന്നു. എല്ലാവരും എന്ത് ചെയ്യണം? വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ മക്കളെ, ഒരിക്കൽ കൂടി എല്ലാ മക്കളെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫോട്ടോസിന്തസിസ് പഠിക്കുന്നുണ്ട് അല്ലേ കുട്ടികളെ? ആ ഒരു കാര്യം ബ്രഷപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഫോട്ടോസിന്തസിസ് ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. സിമ്പിളായിട്ട് ഫോട്ടോസിന്തസിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ മക്കളെ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ്? ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഗ്രീൻ പ്ലാന്റ്സ് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എന്ത്? ഫോട്ടോസിന്തസിസ് അല്ലേ? ശരിയല്ലേ? ഹരിത സസ്യങ്ങൾ, ഗ്രീൻ പ്ലാന്റ്സിന് ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഓർഗാനിസംസ് അല്ലേ, അവർക്ക് എന്ത് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്താക്കി മാറ്റാൻ വേണ്ടി പറ്റും? ഫുഡാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ആ സമയത്ത് റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഓക്സിജനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഞാൻ ജസ്റ്റ് ആ കാര്യങ്ങളൊന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, നന്നായിട്ട് ശ്രദ്ധിച്ചോ. സോ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഫോട്ടോസിന്തസിസ്. നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഫോട്ടോസിന്തസിസ് ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണത്തെ നിർമ്മിക്കുന്നു. അപ്പോൾ ഫോട്ടോ എന്ന് പറയുമ്പോൾ തന്നെ ലൈറ്റ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റോ മെറ്റീരിയലായി ഞാൻ അവിടെ എഴുതുന്നു സൺലൈറ്റ്. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ഒന്നാമത്തെ ഒരു റോ മെറ്റീരിയൽ അത് സൺലൈറ്റ് ആണ്. അത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. രണ്ടാമത് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ശരിയല്ലേ? ശരിയാണ്. മൂന്നാമത് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വാട്ടർ ആണ്. മൂന്നാമത് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വാട്ടർ ആണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സിലാണ്. ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഗ്രീൻ പ്ലാന്റ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലോറോഫിൽ മാൻഡേറ്ററി ആണ്. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ക്ലോറോഫില്ലും എന്താണ്? മാൻഡേറ്ററി ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ശരി, അപ്പം ഒരു ചെടിയെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുകയാണേ. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. എൻ്റെ പൊന്നുമക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഇതെന്താണെന്നറിയോ? ഇതാണ് സോയിൽ. ഇത് സോയിലാണ്. അപ്പോൾ ഈ സോയിലാണ് നമ്മുടെ ചെടി ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെടിയെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നു. ഓക്കെ, ലീഫാണേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു ചെടിയെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, റെഡി? ഇത് ചെടിയുടെ വേരുകളാണ് കേട്ടോ. ചെടിയുടെ വേരുകളാണ്. ശരി, ഓക്കെ, റെഡിയല്ലേ? അപ്പം നമ്മുടെ ഫസ്റ്റ് റോ മെറ്റീരിയൽ എന്താ? സൺലൈറ്റ് അല്ലേ? ഫസ്റ്റ് റോ മെറ്റീരിയൽ സൺലൈറ്റ്. അതെവിടുന്നാ കിട്ടുക? അതിനല്ലേ സാറേ സണ്ണുള്ളത്. അപ്പോൾ സണ്ണിൽ നിന്നാണ് എന്ത് കിട്ടുക? സൺലൈറ്റ്. സണ്ണിൽ നിന്നാണ് സൺലൈറ്റ്. അപ്പോൾ ഇവിടെ സണ്ണുണ്ട്. അപ്പോൾ സണ്ണിൽ നിന്ന് എന്ത് കിട്ടുന്നു? സൺലൈറ്റ്. സണ്ണിൽ നിന്ന് സൺലൈറ്റ്. അപ്പോൾ ഓക്കെ അല്ലേ? സണ്ണിൽ നിന്ന് എന്ത് കിട്ടി? സൺലൈറ്റ് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ റോ മെറ്റീരിയൽ ഓക്കെ. അപ്പോൾ ഈ സണ്ണിൽ നിന്ന് വരുന്ന സൺലൈറ്റിനെ നമ്മുടെ പ്ലാന്റ് അബ്സോർബ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ലീഫ് അബ്സോർബ് ചെയ്യണ്ടേ? അതിന് സഹായിക്കുന്ന ആളാണ് ക്ലോറോഫിൽ. അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിന് സഹായിക്കുന്ന മഗ്നീഷ്യം കണ്ടെയ്നിങ് പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ. ഓക്കെ ആണോ? ക്ലോറോഫിൽ പിഗ്മെന്റ് ഹെൽപ്പ് ഇൻ അബ്സോർബിങ് സൺലൈറ്റ് കമ്മിങ് ഫ്രം ദ സണ്ണ്. ക്ലിയർ അല്ലേ മക്കളെ?
അപ്പോൾ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ ക്ലോറോഫിൽ സഹായിക്കും. ആൻഡ് ക്ലോറോഫിൽ ഇമ്പാർട്ട് ഗ്രീൻ കളർ ടു ദ പ്ലാന്റ് പാർട്ട്. ഇമ്പാർട്ട് വിച്ച് കളർ? ഗ്രീൻ കളർ ടു ദി പ്ലാന്റ് പാർട്ട്. Chlorophyll impart green color to the plant part and it help in the absorption of sunlight. Ready? രണ്ടാമത്തെ റോ മെറ്റീരിയൽ കാർബൺ ഡൈ ഓക്സൈഡ്. അതെവിടെയാണുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലാണുള്ളത് കുട്ടികളെ, അറ്റ്മോസ്ഫിയറിലാണുള്ളത് കുട്ടികളെ. ചെടിക്ക് ചുറ്റിലുമുള്ള അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രസന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലേക്ക് പ്രവേശിക്കും. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലേക്ക് പ്രവേശിക്കുന്നത് ത്രൂ കുട്ടി ടൈനി ഓപ്പണിങ്സ് ഇൻ ദ ലീഫ്. ദർ ആർ കുട്ടി ടൈനി ഓപ്പണിങ്സ് ഇൻ ദ സർഫസ് ഓഫ് ദ ലീഫ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്റ്റൊമാറ്റ. ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്റ്റൊമാറ്റ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ, അപ്പൊ സ്റ്റൊമാറ്റ വഴിയാണ് CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് ഇൻസൈഡ് ദ ലീഫ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇത് വാട്ടർ ആണ്. വാട്ടർ എവിടെയാണ് ഉള്ളത് കുട്ടികളെ? വാട്ടർ ഉള്ളത്? വാട്ടർ ഈസ് പ്രസന്റ് ഇൻ ദി സോയിൽ ആണ്. ദിസ് ഈസ് ദ സോയിൽ, റൈറ്റ്? ഇത് സോയിലാണ്. സോയിലാണ് ആരുള്ളത്? വാട്ടർ ഈസ് പ്രസന്റ് ഇൻ ദി സോയിൽ. അപ്പൊ സോയിൽ നിന്നുള്ള വാട്ടർ റൂട്ട് അബ്സോർബ് ചെയ്യും. ഓക്കെ, റൂട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നേരെ സൈലം എന്ന കുഴലിലൂടെ ലീഫിലെത്തുന്നു. വാട്ടർ. അപ്പോൾ എന്തും കിട്ടിയിരിക്കുന്നു കുട്ടികളെ? വാട്ടറും കിട്ടിയിരിക്കുന്നു. അപ്പൊ എല്ലാ റോ മെറ്റീരിയൽസും കിട്ടിയിരിക്കുന്നു ചെടിക്ക്. അപ്പൊ ചെടി എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൂക്കോസ്. ചെടി എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഗ്ലൂക്കോസ്. ആ സമയത്ത് ഒരു ഗ്യാസ് റിലീസ് ചെയ്തു, അത് ഓക്സിജൻ. ഫോട്ടോസിന്തസിസ് ടൈമിൽ റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഓക്സിജൻ ആണ്. ഫോട്ടോസിന്തസിസ് ടൈമിൽ ആഗീരണം ചെയ്യപ്പെടുന്ന ഗ്യാസ് CO2 ആണ്. മക്കളെ, യാതൊരു വിധത്തിലും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഫോട്ടോസിന്തസിസിലാണ് കുട്ടികളെ. ഫോട്ടോസിന്തസിസ് ടൈമിൽ മക്കളെ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോട്ടോസിന്തസിസ് ടൈമിൽ എൻ്റെ പൊന്നുമക്കളെ നന്നായി ശ്രദ്ധിച്ചോ. ഫോട്ടോസിന്തസിസ് ടൈമിൽ ചെടികൾ അബ്സോർബ് ചെയ്യുന്നത് CO2 ആയിരിക്കും. CO2 ആണ്. എന്നാൽ പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നത് O2 ആണ്. റിലീസ് ചെയ്യുന്ന ഗ്യാസ് O2, അബ്സോർബ് ചെയ്യുന്ന ഗ്യാസ് CO2 ആണ്. ഇത് കൃത്യമായി ഓർത്തു വെച്ചല്ലോ. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കിടക്കട്ടെ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഏരിയയിൽ ഒന്നാമത്തെ ഏരിയ സ്റ്റൊമാറ്റ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ സ്റ്റൊമാറ്റയാണ്. ഞാൻ 100% ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ അടുത്ത എക്സാമിന്, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പബ്ലിക് എക്സാമിന് MCQവിൽ നിന്നും മറ്റുമായി സ്റ്റൊമാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം 100% ഷുവർ, ഈ വീഡിയോ ആണെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ. 100% ഷുവർ സ്റ്റൊമാറ്റ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ സ്റ്റൊമാറ്റ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ലീഫുകളിൽ ചെറിയ ഓപ്പണിംഗ് ഉണ്ട് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി. ഈ ഒരു കേസിൽ ഫോട്ടോസിന്തസിസിന്റെ ടൈമിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ ലീഫിനകത്തേക്ക് പ്രവേശിക്കാനും ഓക്സിജൻ ലീഫിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യാനും. കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിൽ പ്രവേശിക്കുന്നു, ഓക്സിജൻ പുറത്തേക്ക് വരുന്നു. ദിസ് ഈസ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ദിസ് ഈസ് കോൾഡ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. വാട്ട് ഈസ് എക്സ്ചേഞ്ച്? ഐ ആം ഗിവിംഗ് സംതിങ് ടു യു ആൻഡ് ഇൻ റിട്ടേൺ യു ആർ ഗിവിംഗ് സംതിങ് ബാക്ക്. Then only it is called exchange. So gaseous exchange means what? Some gas is given, some gas is taken. So some gas is getting into the leaf, some gas is leaving from the leaf. That is gaseous exchange. Okay കുട്ടികളെ, പ്ലാന്റിൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് വേണം. എന്തിന്? ഫോട്ടോസിന്തസിസിൽ അല്ലേ കുട്ടികളെ? അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലൂടെ കയറുന്നത് ത്രൂ ദിസ് കുട്ടി ഓപ്പണിങ്സ്. There are tiny openings in the leaf. It is called stomata. Through the stomata, carbon dioxide is getting into the leaf. മനസ്സിലായോ? And what is stomata? Tiny pores, ചെറിയ openings on the surface of the leaf. Clear അല്ലേ? സെറ്റ് അല്ലേ? ആണെങ്കിൽ നോക്കിക്കേ,
ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന വാക്കവിടെ കണ്ടോ നിങ്ങൾ? ലാർജ് എമൗണ്ട് ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് മീൻസ് സം ഗ്യാസ് ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദ ലീഫ്, സം ഗ്യാസ് ഈസ് ലീവിങ്. ദാറ്റ് ഈസ് എക്സ്ചേഞ്ച്. CO2 enter the leaf, whereas oxygen exit the leaf. കണ്ടോ? അപ്പോഴാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? അപ്പോൾ ഈ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അല്ലാതെ സ്റ്റൊമാറ്റ കൊണ്ടുള്ള വേറൊരു ജോലി എന്താണെന്നറിയോ? സ്റ്റൊമാറ്റയെ കൊണ്ട് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്പിരേഷൻ. സ്റ്റൊമാറ്റ വഴി വാട്ടർ വേപ്പർ ഫോമിൽ നഷ്ടപ്പെടുക. ആൻഡ് യു നോ ദ പ്രോസസ് ഇസ് കോൾഡ് ട്രാൻസ്പിരേഷൻ. വാട്ട് ഈസ് ട്രാൻസ്പിരേഷൻ? ഞാൻ ആ പേര് എഴുതുന്നുണ്ട്. ട്രാൻസ്പിരേഷൻ. What is transpiration? Transpiration is actually loss of water, not in the liquid format, but in the gaseous form. Loss of water in the form of vapor, that is water vapor, from the aerial part of the plant, that is through the leaf. ലീഫിലെ കൂടി വാട്ടർ വേപ്പർ ഫോമിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് കോൾഡ് ട്രാൻസ്പിരേഷൻ. ഓക്കെ ആണോ? അപ്പൊ ലീഫിലൂടെ വാട്ടർ നഷ്ടപ്പെടുന്നത് ഈ ടൈനി ഓപ്പണിങ്സ് ആയ സ്റ്റൊമാറ്റയിലൂടെയാണ്. ആൻഡ് ഈ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്സിൽ ഫ്രിക്ഷൻ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഫ്രിക്ഷൻ ഈസ് കോൾഡ് നെസസറി ഈവിൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ ആവശ്യമാണ് നമുക്ക്. ശരിക്കും നമ്മൾ നടക്കുന്നതിനും നമ്മൾ പുസ്തകത്തിൽ എഴുതുന്നതിനും ഫ്രിക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റ് ദ സെയിം ടൈം ഫ്രിക്ഷൻ കോസസ് വെയർ ആൻഡ് ടിയർ. ഇറ്റ് കോസസ് ലോസ്. ഹീറ്റ് ലോസ് ഉണ്ടാവുന്നു, മെഷീൻ കമ്പോണൻസ് തേഞ്ഞു പോകുന്നു, ടയർ തേഞ്ഞു പോകുന്നു. സോ അതുപോലെ രണ്ട് സൈഡും ഉണ്ട്. അതേപോലെ തന്നെയാണ് ട്രാൻസ്പിരേഷനും. ട്രാൻസ്പിരേഷൻ ആക്ച്വലി പ്രൊവൈഡ് കൂളിംഗ് എഫക്റ്റ് ടു ദ പ്ലാന്റ് ബോഡി. ഇറ്റ് പ്രൊവൈഡ് കൂളിംഗ് എഫക്റ്റ്. ഇറ്റ് പ്രൊവൈഡ് വാട്ട്? ചെടികൾക്കൊരു കൂളിംഗ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ കണ്ടക്ഷന് സഹായിക്കുന്നുണ്ട്. ഈ വാട്ടർ മുകളിലേക്ക് കയറി പോകണ്ടേ? മണ്ണിലുള്ള വാട്ടർ ഇലകളിലേക്ക് കയറി പോകാൻ ട്രാൻസ്പിരേഷൻ പുള്ള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ട്രാൻസ്പിരേഷൻ പുള്ള് അതുപോലെ തന്നെ കൂളിംഗ് എഫക്റ്റ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് ട്രാൻസ്പിരേഷൻ ആക്ച്വലി നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എക്സസീവായിട്ട് വാട്ടർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെടികൾക്ക് പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ രണ്ട് സൈഡും ഉണ്ട്, നല്ല സൈഡും മോശ സൈഡും ഉണ്ട്. അതെല്ലാത്തിനും അങ്ങനെയാണല്ലോ, നല്ല സൈഡും മോശ സൈഡും ഉണ്ടാവും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. സ്റ്റൊമാറ്റയുടെ ബേസിക് സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയുന്നതാണ് ആ മെയിനായിട്ട് ഓപ്പണിംഗ്. ഈ ഓപ്പണിംഗ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ദ കേസ് 1 വേർ സ്റ്റൊമാറ്റ ഈസ് ഓപ്പൺഡ്. ഹൗ യു നോ ദി സ്റ്റൊമാറ്റ ഈസ് ഓപ്പൺഡ്? യു ക്യാൻ സീ ദി സ്റ്റൊമാറ്റൽ പോർ ഇറ്റ്സ് ഓപ്പൺ. ഇൻ സെക്കൻഡ് കേസ് യു സീ ഹിയർ സ്റ്റൊമാറ്റ ഈസ് ക്ലോസ്ഡ്. ഹൗ യു സീ ദിസ് ഈസ് ക്ലോസ്ഡ്? ബിക്കോസ് നോ സ്റ്റൊമാറ്റൽ പോർ. ഇവിടെ ഓപ്പണിംഗ് ഒന്നും ഇല്ല, സോ ഇറ്റ്സ് ക്ലോസ്ഡ്. അപ്പം ഇത് ഓപ്പൺ ആണ്, ഇത് ക്ലോസ് ആണ്. തുറന്നിരിക്കുകയാണ്, ഇപ്പുറ സൈഡ് അടച്ചിരിക്കുകയാണ്. ആക്ച്വലി the opening and closing of stomatal pore is regulated by the yellow color cell you see here. ഇവിടെ യെല്ലോ കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ സെല്ലിനെ കണ്ടോ നിങ്ങൾ? ആൻഡ് ദിസ് സെൽ ഈസ് കോൾഡ് ഗാർഡ് സെൽസ്. ദ സെൽസ് വിച്ച് റെഗുലേറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ സ്റ്റൊമാറ്റൽ പോർ. വാട്ട് ഈസ് ഗാർഡ് സെൽ? ഗാർഡ് സെൽസ് ആർ ദി സെൽസ് വിച്ച് റെഗുലേറ്റ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. അപ്പൊ സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗും ക്ലോസിംഗും റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ഗാർഡ് സെൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ സ്റ്റൊമാറ്റൽ പോർ. അപ്പൊ ആക്ച്വലി എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, ഈ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഈ ഗാർഡ് സെല്ല് കണ്ടോ നിങ്ങൾ? ഫസ്റ്റ് കേസ് സ്റ്റൊമാറ്റ ഓപ്പൺ ആണ്, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നന്നായി ശ്രദ്ധിച്ചോ. ഫസ്റ്റ് കേസിൽ സ്റ്റൊമാറ്റ ഓപ്പൺ. എങ്ങനെയാണെന്നറിയോ? ഗാർഡ് സെൽസിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറണം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ആരോ മാർക്ക് നോക്കിക്കേ. ഗാർഡ് സെൽസിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ ദാറ്റ് ഈസ് എൻഡോസ്മോസിസ്. വാട്ടർ ഗെറ്റിംഗ് ഇൻസൈഡ് ദ ഗാർഡ് സെൽ. ഗാർഡ് സെൽസിന്റെ ഉള്ളിൽ വെള്ളം കയറി, ഗാർഡ് സെൽസ് ബിക്കംസ് സ്വെല്ലൻ.
സ്വെല്ലനായി വീർത്തു വരും. ഗാർഡ് സെൽസ് വീർത്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്യാപ്പ് ഈസ് ക്രിയേറ്റഡ് ഹിയർ. വീർത്ത് വരികയല്ലേ, അപ്പൊ നടുക്ക് ഒരു ഗ്യാപ്പ്, ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തു. നൗ സ്റ്റൊമാറ്റ ഈസ് ഓപ്പൺ. നെക്സ്റ്റ് കേസ് സ്റ്റൊമാറ്റ ക്ലോസ്ഡ് കേസ്. നേരെ റിവേഴ്സ്. ഗാർഡ് സെൽസിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരണം. ഗാർഡ് സെൽസിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നാൽ ഗാർഡ് സെൽസ് ഷ്രിങ്ക് ആയി പോകൂലേ? അതിനകത്തുള്ള വെള്ളമല്ലേ പുറത്തേക്ക് പോയിരിക്കുന്നേ. വെൻ വാട്ടർ ഫ്ലോസ് ഔട്ട് ഓഫ് ദ ഗാർഡ് സെൽ ഷ്രിങ്ക് ആയി. കണ്ടോ, ഉഷാറില്ല, ഷ്രിങ്ക് ആയി. അപ്പൊ ഇതെന്ത് ചെയ്തു? ക്ലോസ് ആയി പോയി. സോ മക്കളെ കൃത്യമായി ശ്രദ്ധിക്കുക. ഗാർഡ് സെൽസിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോയാൽ ഗാർഡ് സെൽസ് ഷ്രിങ്ക് ആയി. സ്റ്റൊമാറ്റ ഈസ് ക്ലോസ്ഡ്. When water is getting into the guard cellന്റെ ഉള്ളിലേക്കാണ് വാട്ടർ വരുന്നതെങ്കിൽ it will become swollen. Stomata opened. മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറഞ്ഞേട്ടെ. അപ്പൊ ഇതുപോലെ വളരെ വിശദമായി തന്നെയാണ് നമ്മുടെ ബാച്ചിൽ നമ്മൾ ക്ലാസ്സസ് കൊണ്ടുപോകുന്നത്. വളരെ വിശദമായി തന്നെ ഓരോ കാര്യങ്ങളും വളരെ ടൈം എടുത്ത് ബാച്ചിലെ മക്കൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം. വളരെ സമയം എടുത്തുകൊണ്ട് വളരെ വിശദമായി ഓരോ ഏരിയാസും കവർ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വരുന്ന ടോപ്പിക്കുകൾ വളരെ കൃത്യമായി സ്ട്രെസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അസ്ത്ര ബാച്ച്, അതായത് സൈലം 10 CBSE മക്കൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് അസ്ത്ര ബാച്ച്. അപ്പൊ അനവധി മക്കൾ ഇതിനോടകം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. കാരണം നമ്മൾ വളരെ വിശദമായി തന്നെ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും? പലവിധ പാർട്ടുകളാക്കി ഓരോ പാർട്ടിലെയും ക്വസ്റ്റ്യൻസ് വ്യക്തമായി പറഞ്ഞു തന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. DPP ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഇവിടെ കണ്ടോ, ഡെയിലി ക്ലാസ്സസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഡെയിലി ലൈവ്, പിന്നെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. പിന്നെ DPP എന്ന് വെച്ചാൽ എന്താ? ഓരോ പാർട്ട് കഴിയുമ്പോഴും അന്നെടുത്ത ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ 5 or 10 MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താൻ വേണ്ടി പറ്റും. ഇന്ന് ഞാൻ ക്ലാസ് കണ്ടതിൽ നിന്ന് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, അതിൻ്റെ എന്തൊക്കെ തെറ്റി, അതിൻ്റെ കറക്റ്റ് ആൻസർ ഒക്കെ അത് പറഞ്ഞു തരും കൃത്യമായിട്ട്. സ്ലൈഡ്സ് നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് തരും. ടെൻഷൻ അടിക്കേ വേണ്ട. പ്രീമിയം പ്രീ റെക്കോർഡഡ് സെഷൻ, നമ്മുടെ പേൾ സെഷൻ എന്ന് പറയും. പ്രീമിയം പ്രീ റെക്കോർഡഡ് സെഷൻ, എല്ലാ ചാപ്റ്റേഴ്സിന്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. വിശദമായി തന്നെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. യാതൊരുവിധ പ്രശ്നവും അതിലില്ല. NCERT ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. CBSE NCERT ഫോക്കസ്ഡ് ആണ്. സോ NCERT ക്വസ്റ്റ്യൻസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. PYQ വെരി ഇമ്പോർട്ടൻറ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ. പിന്നെ ചാപ്റ്റർ വൈസ് എക്സാം, ടേം എക്സാം, മോഡൽ എക്സാം ഒക്കെ നടത്തും. പിന്നെ ബാച്ചിന്റെ ഫീച്ചറാണ് ഇൻസ്റ്റലേൺ എന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററിന്റെയും വളരെ ക്വിക്കായിട്ട് നമുക്ക് പഠിക്കേണ്ട, പെട്ടെന്ന് നോക്കി പഠിക്കാൻ പറ്റുന്ന റിവിഷൻ മെറ്റീരിയൽ പോലുള്ള ഒരു സാധനമാണ് ഇൻസ്റ്റലേൺ എന്ന് പറയുന്നത്. ഒരു ടോപ്പിക്ക് തരും, ആ ടോപ്പിക്കിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വീണ്ടും ടോപ്പിക്ക് രസകരമായി പഠിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇൻസ്റ്റലേൺ. പിന്നെ മൈൻഡ് മാപ്പ്, ഒരൊറ്റ പേജിൽ കളർഫുൾ ആയിട്ട് ഒരു ചാപ്റ്ററിന്റെ എല്ലാ വിവരണങ്ങളും കൊടുത്തിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും. ഓരോ ഏരിയ, റെസ്പിറേഷനിൽ വരുന്ന ഏരിയ എന്നതൊക്കെയാണ്, ന്യൂട്രീഷനിൽ വരുന്ന ഏരിയ എന്നതൊക്കെയാണ്. ഒന്നും നമ്മൾ വിട്ടുപോകരുത്. സോ അതിനെ നമ്മൾ ഗൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞിരിക്കുന്ന മൈൻഡ് മാപ്പ്. പിന്നെ മാത്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫോർമുല ഷീറ്റ്സ്, ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ഫോർമുലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. കുറേ ഫോർമുലകളൊക്കെ ഒരുമിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാൻ പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഫോർമുല ഷീറ്റ് നിങ്ങൾക്ക് തരും. ഫോർമുല ഷീറ്റിൽ ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷൻസും കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വർക്ക് ഷീറ്റ് തരും പ്രാക്ടീസിന് വേണ്ടിയിട്ട്. പിന്നെ ഇൻ-ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ഏതൊക്കെ ക്ലാസ്സുകളാണ് ഇന്ന ദിവസം വരുന്നതെന്നും നിങ്ങൾക്കുള്ള കൺസേൺസ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അവിടെ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മക്കൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. സൈലത്തിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ഒരുപാട് മക്കൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഇനിയും എൻറോൾ ചെയ്യാൻ ബാക്കിയുള്ള കുട്ടികളുണ്ടാവും, വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും.
ഇനി വെയിറ്റ് ചെയ്യേണ്ട, വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നാണ് സാറിന് പറയാനുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് 3 പ്ലാനുകളായിട്ടാണ് നമ്മുടെ ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ബേസ് പ്ലാനിൻ്റെ വിലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 4249 എന്നുള്ളത്. ഇത് ഒരു വർഷത്തെയാണ് കേട്ടോ, ഒരു വർഷത്തെയാണ് ഫീസ്, ഒരു മാസത്തെ അല്ല, ഒരു വർഷത്തെ ഫീസാണ് ഈ ബേസ് പ്ലാനിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്ലാനുകളെ കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് പറയട്ടെ. ഓക്കെ, നിങ്ങൾക്ക് കാണാം, ഞാൻ കുറച്ചൊന്ന് സൈഡിലേക്ക് മാറി, നിങ്ങൾക്ക് 3 പ്ലാൻ കാണാം. ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. ഇതിൽ ബേസ് പ്ലാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറേ ഫീച്ചേഴ്സ് കുറവായിരിക്കും, അതാണ് പ്രത്യേകത. നോക്കിയേ, ലൈവ് ലെക്ചേഴ്സ് എല്ലാ ദിവസവും ലൈവ് ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ നോട്ട്സ് കൊടുക്കും, DPP ക്വസ്റ്റ്യൻസ് കൊടുക്കും, ടെസ്റ്റ് ഉണ്ടാവും, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാം, അങ്ങനെയുള്ള എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാവും. കമ്മ്യൂണിറ്റി അവൈലബിൾ ആയിരിക്കും, പിന്നെ റിവിഷൻ്റെ സെഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ പേള്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രീമിയം പ്രീ റെക്കോർഡഡ് വീഡിയോ ഉണ്ടല്ലോ, ഓരോ ചാപ്റ്ററിൻ്റെ റെക്കോർഡഡ് വീഡിയോ വളരെ ക്ലാരിറ്റിയിൽ എന്താ പറയുക, വളരെ സൂപ്പറായിട്ടുള്ള വീഡിയോസാണ്. അത് ബേസ് പ്ലാനിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല, ഞാൻ പറയട്ടെ. പിന്നെ ഇൻസ്റ്റാ ലേൺ, മൈൻഡ് മാപ്പ്, ഫോർമുല ഷീറ്റ് തുടങ്ങിയ കാര്യങ്ങളും ബേസ് പ്ലാനിൽ അവൈലബിൾ അല്ല. വർക്ക് ഷീറ്റ്, ഡിസ്കഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ബേസ് പ്ലാനിൽ ഇല്ല. അപ്കമിങ് ബാച്ചസ്, പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞാൽ റിവിഷൻ ബാച്ചസും കാര്യങ്ങളൊക്കെ വരും, എൻ ഗെയിം ബാച്ചസ്, കുറേ റിവിഷൻ ബാച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലൊന്നും ഇവർക്ക് എന്ത് ചെയ്യില്ല, ബേസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അപ്ഗ്രേഡ് എന്താ പറയുക, അതൊന്നും കിട്ടത്തില്ല. ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്, അതും നമുക്ക് ബേസ് പ്ലാനിൽ കിട്ടില്ല. ഈ കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ നാളെ ഈ പറയുന്ന പേൾ സെഷൻ മുതൽ ബാക്കിയുള്ള എൻ ഗെയിം വരെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഫിനിറ്റിയിൽ അവൈലബിൾ ആണ്, ഇൻഫിനിറ്റി പ്രോയിൽ അവൈലബിൾ ആണ്. എന്നാൽ ഇൻഫിനിറ്റി പ്രോയിൻ്റെ ഒരു പ്രത്യേകത, ഫാൽക്കൺ എന്ന് പറയുന്ന ബാച്ച് അവിടെ എക്സ്ട്രാ വരുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ടോ, ഫാൽക്കൺ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ബാച്ചാണ്. ആ ഫാൽക്കൺ ബാച്ച് ഇൻഫിനിറ്റി പ്രോയിലും ആണ് അവൈലബിൾ. എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ള ഇൻഫിനിറ്റി പ്രോയിലാണ്. ഇതിൽ ഫാൽക്കൺ ബാച്ച് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഇൻഫിനിറ്റി ബാച്ചിലാണ്. എന്നാൽ ആദ്യത്തെ 1, 2 നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ പേള് വരെയുള്ളത്, പേളില്ല, പേളിന് മുന്നേ വരെയുള്ളത് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത് ബേസ് പ്ലാനിലാണ്. അപ്പോൾ ഫാൽക്കൺ ബാച്ചിനെ കൂടി ഞാനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. ഇൻഫിനിറ്റി പ്രോയിൽ അവൈലബിൾ ആവുന്നതാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ബാച്ചാണ്, ഞാൻ പറഞ്ഞതുപോലെ. കാരണം നമ്മൾ ജീവിക്കുന്നത് കോമ്പറ്റീറ്റീവ് എൻവിറോൺമെൻറ്റിലാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ, നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയിലേക്കൊക്കെ നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ ഒരു പ്രൊഫഷണൽ കോഴ്സസ് തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ മികച്ച ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊരു പ്രൊഫഷണൽ കോഴ്സസിലേക്ക് പോകണമെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ നടത്താറുണ്ട്. അപ്പോൾ ആ എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണം. ആ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്തെങ്കിൽ മാത്രമേ മികച്ച സ്കോളർഷിപ്പോട് കൂടി, ഓപ്പർച്യൂണിറ്റിയോട് കൂടി പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെങ്കിൽ പല മക്കളും +2 കഴിഞ്ഞിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻട്രൻസിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുക. അത് വേണ്ട, 10ാം ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൗണ്ടേഷൻ കൂടി സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡുവൽ അഡ്വാൻറ്റേജാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പഠിക്കും, +1 +2 കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളവിടെ പഠിക്കും. അപ്പോൾ ഫൗണ്ടേഷൻ ബാച്ച് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബെനഫിഷ്യൽ ആണെന്ന് കൂടി ഓർമ്മിപ്പിക്കുക. പ്യുവർലി ചോയ്സ് നിങ്ങൾക്കാണ്. അപ്പോൾ ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബേസ് പ്ലാനിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എന്താണ്, ഇൻഫിനിറ്റി പ്രോ ആണ്. സോ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്ത് ഒരുപാട് മക്കളുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. താഴെ ഒരു സ്ക്രോൾ പോകുന്നുണ്ടാവും, അതിൽ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്പർ, ഇതാണ് നമ്പർ. ഓക്കെ, അതിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് എൻറോൾ ചെയ്യണമെന്നാണ് സാറിന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ സ്റ്റൊമാറ്റയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് ക്ലോസിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടുണ്ടായത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പിരേഷൻ്റെ കാര്യങ്ങളാണ്. ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വേപ്പർ ഫ്രം ഏരിയൽ പാർട്ട് ഓഫ് ദ പ്ലാന്റ്, അതാണല്ലോ ട്രാൻസ്പിരേഷൻ. വാട്ടർ ക്യാൻ ബി ലോസ്റ്റ് ത്രൂ സ്റ്റൊമാറ്റ, ആ ലോസിനാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുക. അപ്പോൾ എക്സസീവ് വാട്ടർ ലോസ് ആകുന്ന പ്രശ്നമാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ സ്റ്റൊമാറ്റ എന്ത് ചെയ്യും, അടച്ചു വെക്കും. സ്റ്റൊമാറ്റയുടെ ആവശ്യകത ഇല്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യണമെന്ന ആവശ്യകത ഇല്ലാത്ത സാഹചര്യത്തിൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് വെക്കും. വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. മനസ്സിലാക്കി വെച്ചോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഏത് നേരത്തെ പറഞ്ഞ കാര്യം എന്താ, ഗാർഡ് സെൽസിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ, നന്നായിട്ട് ശ്രദ്ധിച്ചേ. റോൾ ഓഫ് ഗാർഡ് സെൽസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ ഓരോ സ്റ്റൊമാറ്റൽ പോറും നോക്കി, ഈ സ്റ്റൊമാറ്റൽ പോർ ഈസ് ഗാർഡഡ് ബൈ ഗാർഡ് സെൽ. ഗാർഡ് സെൽസ് ആണ് ഗൈഡ് ചെയ്യുന്നത്. ഗാർഡ് സെൽസ് എന്ത് ചെയ്യുന്നു? സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും റെഗുലേറ്റ് ചെയ്യുന്നു. വാട്ടർ എൻ്റർ ദ ഗാർഡ് സെൽ ആണെങ്കിൽ, ഗാർഡ് സെൽസിന്റെ ഉള്ളിലേക്കാണ് വെള്ളം കയറുന്നതെങ്കിൽ ഗാർഡ് സെൽസ് സ്വെല്ലാവും. അപ്പോൾ സ്റ്റൊമാറ്റ തുറക്കും, ഓപ്പൺ ആവും. ഇനി വാട്ടർ ലീവ് ചെയ്താലോ, ഗാർഡ് സെൽസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വാട്ടർ വരുന്നതെങ്കിൽ, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇതെന്ത് ചെയ്യും? ഷ്രിങ്ക് ആവും. അപ്പോൾ സ്റ്റൊമാറ്റ അടഞ്ഞു പോകും. അപ്പോൾ കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. 100% ഉറപ്പിച്ചോ? 100% ഉറപ്പിച്ചോ? പരീക്ഷയ്ക്ക് ചോദിക്കും. സ്റ്റൊമാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം 100% ഷുവറാണ്. ചോദിച്ചിരിക്കും. മാർക്ക് മൈ വേർഡ്സ്, ചോദിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ആക്ടിവിറ്റി ടു പ്രൂവ് ദാറ്റ് CO2 ഇസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. നമ്മൾ പഠിച്ചു, നമ്മൾ തുടക്കത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. CO2 ആദ്യം ആഗിരണം ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ? ഫോട്ടോസിന്തസിൽ CO2 അബ്സോർബ് ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ? അത് ഈ ആക്ടിവിറ്റി പറയാനാണ്. CO2 എന്തായാലും ആവശ്യമുണ്ട്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. പോട്ടഡ് പ്ലാന്റ്സ് 2 എണ്ണം. എന്താ പോട്ടഡ് പ്ലാന്റ്സ്? ഒരു ചെടിച്ചട്ടിയിൽ ഒരു ചെടി ഉണ്ടാവണം. പോട്ടഡ് പ്ലാന്റ്സ് നമുക്കത് കൊണ്ടിട്ട് പോർട്ടബിൾ ആണ്. എല്ലാ ഭാഗത്തേക്കും എല്ലാ ഏരിയാസിലേക്കും കൊണ്ടുപോകാൻ പറ്റും. പോർട്ടബിൾ ആയിരിക്കും. ആരോഗ്യമുള്ള 2 പോട്ടഡ് പ്ലാന്റ്സ് ഒരേ സൈസിൽ എടുക്കണം. ബിക്കോസ് നമ്മളൊരു എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്യാണ്. അപ്പോൾ പാർഷ്യാലിറ്റി പാടില്ല. ഒരു ചെടി വലുതും ഒരു ചെടി ചെറുതും ആവാൻ പാടില്ല. 2 ഒരേ ചെടി ആയിരിക്കണം. ഒരേ ചെടി എന്ന് വെച്ചാൽ ഒരേ സൈസിലുള്ള ചെടി ആയിരിക്കണം. 2 ബെൽജാറ്, ഗ്ലാസ് പ്ലേറ്റ്, വാച്ച് ഗ്ലാസ്, KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, വാസലിൻ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത് സെറ്റപ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോക്കിയാൽ മതി ഇവിടെ. ഓക്കെ, എല്ലാവരും ഒന്ന് നോക്കണേ. ഇത് സെറ്റപ്പ് എ, ഇത് സെറ്റപ്പ് ബി. നന്നായി ശ്രദ്ധിച്ചോ. സെറ്റപ്പ് എയിൽ നമ്മൾ പ്ലാന്റ് വെച്ചിട്ടുണ്ട്, പോട്ടഡ് പ്ലാന്റ്. സെറ്റപ്പ് ബിയിലും പ്ലാന്റ് വെച്ചിട്ടുണ്ട്, പോട്ടഡ് പ്ലാന്റ്. ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സെറ്റപ്പ് എയിൽ നമുക്കൊരു വാച്ച് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഒരു വാച്ച് ഗ്ലാസ്. ഓക്കെ, വാച്ച് ഗ്ലാസ്. സെറ്റപ്പ് ബിയിൽ വാച്ച് ഗ്ലാസ് ഇല്ല. ഒരു ഗ്ലാസ് ലൈഡിന്റെ മുകളിൽ ഈ സാധനം വെച്ചിരിക്കുന്നത്. അതൊക്കെ ഓക്കെ. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന വാച്ച് ഗ്ലാസ് എവിടെയുള്ളൂ? സെറ്റപ്പ് എയിൽ. അവിടെ വാച്ച് ഗ്ലാസ് മാത്രമല്ല, ആ വാച്ച് ഗ്ലാസിന്റെ മുകളിലായി KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചിരിക്കുന്നത്? KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, റെഡി. എന്നിട്ട് എന്താ വെച്ചിരിക്കുന്നത്? ഒരു ബെൽജാർ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ആ പ്ലാന്റിന്റെ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിൽ ഒരു ബെൽജാർ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ടച്ചൊന്നും ചെയ്യുന്നില്ല. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിൽ ബെൽജാർ വെച്ചിരിക്കുകയാണ്. ഓക്കെ, റെഡി. അതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ 2 ചെടികളെ നമ്മൾ ഡീസ്റ്റാർച്ച് ചെയ്യണം എന്നുള്ളതാണ്. എന്താ ഡീസ്റ്റാർച്ചിങ്? ഈ 2 ചെടീനെയും നമ്മൾ ഇരുട്ടുള്ള മുറിയിൽ വെക്കണം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. ഈ 2 ചെടികളെയും നമ്മൾ ഇരുട്ടുള്ള മുറിയിൽ വെക്കണം. എന്തിനാ ഇരുട്ടുള്ള മുറിയിൽ വെക്കുന്നത്? ഇരുട്ടുള്ള മുറിയിൽ സൂര്യപ്രകാശമില്ല, ഫോട്ടോസിന്തസിസ് നടക്കൂല. അപ്പൊ ചെടിയിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർച്ച് ഇത് കംപ്ലീറ്റ് ചെടി യൂസ് ചെയ്യും. ഇറ്റ്സ് കോൾഡ് ഡീസ്റ്റാർച്ചിങ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ഈ 2 ചെടീനെയും ഇരുട്ടുള്ള മുറിയിൽ വെക്കണം. അതാണ് ഇവിടെ ആദ്യം പറയുന്നുണ്ട്. കണ്ടോ കുട്ടികളെ? ഫസ്റ്റ് ചെയ്യേണ്ടത് ഡീസ്റ്റാർച്ചിങ് ആണ്. ഡാർക്ക് റൂമിൽ വെക്കണം 3 ദിവസം. അപ്പൊ അതിൽ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്ന, അതിൽ ഓൾറെഡി ഉള്ള സ്റ്റാർച്ച് എല്ലാം യൂസ് ചെയ്യും. ഇനി നമ്മൾ രണ്ടാമത് എന്ത് ചെയ്യണം? രണ്ടാമത് നമ്മൾ ഈ എക്സ്പെരിമെന്റ് സെറ്റ് ചെയ്യണം. എന്ത്? 2 ചെടിച്ചട്ടി എടുത്തു. അതിൽ ഒരു ചെടിച്ചട്ടിയിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിരിക്കുകയാണ്. കണ്ടോ? വാച്ച് ഗ്ലാസ്സിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ചെടിയിൽ ആ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇല്ല. ബെൽജാർ വെച്ച് കവർ ചെയ്തിരിക്കുന്നു. എന്നിട്ട് മക്കളെ അടിവശത്ത് വാസലിൻ ഉപയോഗിച്ചുകൊണ്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എയർ ടൈറ്റ് ആക്കണം. കാരണം നമ്മൾ ഇത് വെക്കുന്ന സർഫസ് ഈവൺ സർഫസ് ആവണമെന്നില്ല. മൈക്രോസ്കോപ്പിക് ലെവലിൽ അല്ലെങ്കിൽ സർഫസ് ലെവലിൽ നോക്കുമ്പോൾ ചെറിയ അബറേഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിലൂടെയൊക്കെ പുറത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, പുറത്തുള്ള എയർ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാസലിൻ ഉപയോഗിച്ചുകൊണ്ട് അടിവശം സീൽ ചെയ്യണം. പുറത്തുള്ള എയർ കറക്കാൻ പാടില്ല. അതാണ് എയിം. ഓക്കെ, റെഡി. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇപ്പൊ 2 സെറ്റപ്പിന്റെ ഒരു വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ സെറ്റപ്പിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. രണ്ടാമത്തതിൽ അതില്ല. ഈ ഒരു വ്യത്യാസം മാത്രമേ ഇത് 2 തമ്മിലുള്ളൂ ബേസിക്കലി. ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന് ഒരു കുഴപ്പമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയാം. എന്താ? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും. നമുക്കറിയാം കുട്ടികളെ, ഈ ബെൽജാറിനകത്ത് എയർ ഉണ്ട്. 2 ബെൽജാറിനകത്തും എയർ ഉണ്ട്. എയർ ഈസ് എ മിക്സർ ഓഫ് ഗ്യാസ്.
എയർ ഈസ് എ മിക്സ്ചർ ഓഫ് വാട്ട്, എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസ്. അപ്പൊ അതിനകത്ത് CO2 ഉണ്ടാവും. CO2 ഉണ്ടാവൂലേ? എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിൽ CO2 ഉണ്ടാവും. പക്ഷേ പ്രശ്നം എന്താ? ഒന്നാമത്തെ എ എന്ന് പറയുന്ന ബെൽജാറിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉള്ളത് കൊണ്ട് കുട്ടികളെ അതിലെ CO2 ആര് അബ്സോർബ് ചെയ്യും? CO2 ആര് അബ്സോർബ് ചെയ്തു? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. എന്നാൽ രണ്ടാമത്തെ ചെടിയില് രണ്ടാമത്തെ സെറ്റപ്പില് KOH ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ CO2 ഈസ് അവൈലബിൾ. CO2 ഈസ് അവൈലബിൾ. ഓക്കെ, റെഡി. ഇനി നമ്മൾ ഈ സെറ്റപ്പ് നമ്മൾ വെയിലത്ത് വെക്കുന്നുണ്ട്. ദി സെറ്റപ്പ് ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 6 hours. ഒരു 6 മണിക്കൂർ നേരെ രണ്ട് സെറ്റപ്പും വെയിലത്ത് വെക്കുകയാണ്. ദിസ് ഈസ് ബെൽജാർ, ഗ്ലാസ് ആണ്. അപ്പൊ സൺലൈറ്റ് ഇതിലേക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഈ നമ്മുടെ ചെടിയുടെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. ഒന്നാമത്തെ ചെടിയുടെ അവസ്ഥ, സൺലൈറ്റ് കിട്ടും, പ്രശ്നമില്ല. വാട്ടർ ഈ ചെടിച്ചട്ടിയിലുണ്ട്, വാട്ടർ കിട്ടും, കുഴപ്പമില്ല. ക്ലോറോഫിൽ ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ചെടിക്ക് കിട്ടൂല. കാരണം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങ് എടുത്ത് കളഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ സെറ്റപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, സൺലൈറ്റ് കിട്ടും, വാട്ടർ കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കും, ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കൂല. ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാത്തത് കൊണ്ട് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇദ്ദേഹം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് ഇലയും നമ്മൾ എടുത്തു. ടെസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന എ സെറ്റപ്പിലെ ഇലയും ബി സെറ്റപ്പിലെ ഇലയും എടുത്ത് നമ്മൾ സ്റ്റാർച്ച് ടെസ്റ്റ് പെർഫോം ചെയ്താൽ ബി എന്ന് പറയുന്ന ചെടിയിലെ ഇല ബ്ലൂ ബ്ലാക്ക് കളറായി മാറും. കാരണം ബി എന്ന് പറയുന്ന ചെടിയിൽ ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ട്, CO2 കിട്ടിയിട്ടുണ്ട്. എ എന്ന് പറയുന്ന ചെടിയിൽ ആര് വെച്ചിട്ടുണ്ട്? എ എന്ന് പറയുന്ന ചെടിയിൽ നമ്മൾ KOH വെച്ചു. അപ്പൊ KOH വെച്ചാൽ ബ്ലൂ ബ്ലാക്ക് ആവൂല. KOH വെച്ചാൽ ബ്ലൂ ബ്ലാക്ക് ആവൂല. എന്നാൽ KOH വെക്കാത്ത ചെടിയാണെങ്കിൽ അവിടെ എന്താവും? ബ്ലൂ ബ്ലാക്ക് ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ സൂര്യപ്രകാശത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇലയെടുത്ത് സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താ? KOH അബ്സോർബ് ചെയ്ത കാർബൺ ഡൈ അബ്സോർബ് ചെയ്ത ചെടി, ആ ഒരു ചെടിയിൽ നിന്ന് ഇല എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാർച്ച് ഫോം ചെയ്യില്ല, ബ്ലൂ ബ്ലാക്ക് കളർ ആവൂല. എന്നാൽ രണ്ടാമത്തെ ചെടി, ആ KOH വെക്കാത്ത ചെടിയിൽ നിന്ന് ഇലയെടുത്ത് നോക്കിയാൽ അത് ബ്ലൂ ബ്ലാക്ക് ആവും. അപ്പൊ എന്താ പ്രൂവ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാത്തത് കൊണ്ട് ഫോട്ടോസ് നടന്നിട്ടില്ല. ബാക്കി എല്ലാ ഫെസിലിറ്റിയും അവിടെ കൊടുത്തിട്ടുണ്ട്, സൺലൈറ്റും എല്ലാം ഉണ്ട്. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ മുതൽ ഒരു 6 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ വെക്കണം സൺലൈറ്റിൽ, സെറ്റപ്പിൽ. 6 മണിക്കൂറൊക്കെ വെക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ റെഡി അല്ലേ? 2 മുതൽ 6 മണിക്കൂർ വരെയൊക്കെ വെക്കാം. അപ്പോൾ ഈ ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഈ ആക്ടിവിറ്റി നമുക്ക് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 2 ടോപ്പിക്കുകൾ പ്രധാനമായും പറഞ്ഞു. സ്റ്റൊമാറ്റ ആൻഡ് ദിസ് ആക്ടിവിറ്റി വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് ഓൾസോ ബാച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാച്ചിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അടിച്ചു പൊളിച്ച് പഠിക്കാം, വളരെ വിശദമായി തന്നെ എല്ലാം പഠിക്കും. ബാച്ചിൽ നമ്മൾ എല്ലാവരെയും ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. ബൈ.